പുരുഷന്മാരുടെ എത്രയോ പതിറ്റാണ്ടുകൾ നൂറ്റാണ്ടുകളായി അവർ കൊണ്ടുനടന്ന പ്രിവിലേജ് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നുള്ള അവരുടെ വിഷമമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടി സ്ത്രീകൾ സംസാരിക്കാൻ തുടങ്ങി. ആ ശബ്ദം കേൾക്കുമ്പോൾ ഒരു അസ്വസ്ഥതയാണ് പുരുഷന്മാർ പ്രകടമാക്കുന്നത്. എന്നിട്ട് ഇതാ ഈ സ്ത്രീകൾ മുഴുവൻ കുഴപ്പക്കാരാണ്, നമ്മളെ ട്രാപ്പ് ചെയ്യാൻ വരുന്നവരാണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ മാത്രമാണ്. അതിനപ്പുറത്ത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടും എന്തുമാത്രം സൗഹാർദ്ദവും ജീവിക്കുന്ന എത്ര പേരെ കാണും. പഴയ തലമുറയിൽ നിന്നൊക്കെ മാറി ഇപ്പൊ പെൺപിള്ളേരും ആമ്പിള്ളേരും തമ്മിൽ ഭയങ്കര കമ്പനിയാണ്. നമ്മൾ എല്ലായിടത്തും കാണുന്നതല്ലേ. അവർ തമ്മിലുള്ള അകലങ്ങൾ ഇല്ലാതാവുകയും അവർക്കിടയിൽ ട്രസ്റ്റ് കൂടുകയും ചെയ്യാണ്. ആമ്പിള്ളേരും പെൺപിള്ളേരും തമ്മിലായി ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് പോലും. അപ്പൊ അതുകൊണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലുള്ള അകലം കൂടുകയാണ്, അല്ലെ അവർക്കിടയിലുള്ള ട്രസ്റ്റ് കുറയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. എന്ന് മാത്രമല്ല, സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട കേസുകൾ എടുത്താൽ അതിൽ ഇരകൾക്കൊപ്പം നിൽക്കുന്നതിൽ വലിയ തോതിൽ പുരുഷന്മാരുടെ പങ്കാളിത്തം നമ്മൾ കാണുന്നുണ്ട്. ദിലീപിന്റെ കേസിലൊക്കെ എന്തുമാത്രം വലിയ തോതിലാണ് കേരളത്തിന്റെ പൊതുവികാരം രൂപപ്പെട്ടു വന്നത് നമ്മൾ കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ എന്താണ് സംഗതി എന്ന് മനസ്സിലാക്കാൻ കഴിയും വിധത്തിൽ സ്ത്രീകൾ എന്താണ് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടുകളോളം സ്ത്രീകൾ അനുഭവിച്ചിട്ടുള്ള പ്രശ്നം എന്താണ്, സ്വന്തം അമ്മയും എന്താണ് പെങ്ങളും ഒക്കെ എന്താണ് വീട്ടിനകത്ത് അനുഭവിച്ചത്, എന്റെ അമ്മ അവർക്ക് നഷ്ടപ്പെട്ടു പോയ ജീവിതം എന്താണ്, എന്റെ അച്ഛൻ അവർക്ക് കൊടുക്കാതിരുന്ന സ്വാതന്ത്ര്യം എന്താണ് എന്നതിനെ കുറിച്ചൊക്കെ ഓർത്തെടുത്ത് പറയുകയും അതിൽ പശ്ചാത്തപിക്കുകയും ചെയ്ത എത്രയോ മക്കളെ നമ്മൾ കാണുന്നുണ്ട്. കാരണം അത്രയും അവർ എഡ്യൂക്കേറ്റ് ചെയ്യപ്പെടുകയാണ്. രണ്ടാമത്തെ കാര്യം, ഈ പ്രശ്നത്തിന് രണ്ട് തലങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, എന്താണ് ഈ ബസ്സിൽ ആക്രമിക്കപ്പെടുന്നുണ്ടോ? ഇപ്പൊ കുറെ ആൾക്കാർ പറയാൻ ശ്രമിക്കുന്നത് ബസ്സിൽ അങ്ങനെ ഒരു സംഗതിയേ ഇല്ല, അതൊക്കെ പണ്ടായിരുന്നാണ്, വെറുതെ തോന്നുന്നതാണ്. ബസ്സിൽ ഇപ്പോഴും ആ പരിപാടിയുണ്ട്. ആണുങ്ങൾക്കിടയിൽ സ്ത്രീകളെ ലൈംഗികമായി ആക്രമിക്കുക, ബസ്സിനകത്ത് കയറി ആക്രമിക്കുന്നതിന് ആണുങ്ങൾക്കിടയിൽ പ്രത്യേകമായി പറയുന്ന കോഡ് വാക്കുകൾ പോലും ഉണ്ട്. ഇപ്പോഴും അതുണ്ട്. അത് ചെയ്യാൻ വേണ്ടി മാത്രം ബസ്സിൽ കയറുന്ന ആൾക്കാരുണ്ട്. അജിംസ് കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, എന്റെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമായിട്ടുള്ള പല ആളുകളിൽ നിന്നും ഞാൻ അനുഭവം അവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതൊരു നിലനിൽക്കുന്ന യാഥാർത്ഥ്യമാണ്, അതൊരു തർക്കമില്ല. അത് ഇപ്പോഴും സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട്. നമ്മൾ വളരെ കടന്നു തരുന്ന ആക്രമണങ്ങളുടെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ട്. ആർക്കും തർക്കമില്ലാത്ത ഒന്ന്, ആളുകളുടെ ഡ്രസ്സിനകത്തേക്ക് കൈ കയറ്റുന്ന വീഡിയോ പോലെ ഒരു കൊരാഴ്ച മുമ്പ് ഞാൻ കണ്ടു. അപ്പൊ അത് ഒരു നിലനിൽക്കുന്ന യാഥാർത്ഥ്യമാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ സെക്ഷുവലി ഒരാൾ നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നു, ധന്യ നിങ്ങളുടെ ദേഹത്ത് ഒരാൾ കൈവയ്ക്കുന്നത്, ഒരു ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങളുടെ തോളിൽ ഒരാൾ കൈവയ്ക്കുന്നത്, നിങ്ങളോട് ഒരാൾ സംസാരിക്കുമ്പോൾ കാണിക്കുന്ന ഒന്ന്, നിങ്ങളുടെ മുഖത്തേക്കോ മറ്റെവിടെയെങ്കിലും ആളുകൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അതാണ് ഡിസ്കംഫർട്ട്. എനിക്കത് മനസ്സിലാവണമെന്നില്ല. മൂന്നാമതൊക്കെ അത് മനസ്സിലാവണമെന്നില്ല. സ്ത്രീകൾക്ക് അവരെ ആരെങ്കിലും സെക്ഷുവലി സമീപിക്കുന്നത്, സെക്ഷുവലി നോക്കുന്നത്, ആ അർത്ഥം വെച്ച് വർത്താനം പറയുന്നത് പുറത്തു നോക്കുമ്പോൾ സാധാരണ ഒരു വാചകമായിട്ടാവുന്നത് സ്ത്രീകൾക്ക് തോന്നുന്ന ജാതീയമായ വിവേചനം, ഒരു ദലിതനായ മനുഷ്യൻ അല്ലെങ്കിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ അനുഭവിക്കുന്ന ഇസ്ലാമോഫോബിയ, അത് മൂന്നാളുകൾക്ക് മനസ്സിലാവില്ല. അയാൾക്കതറിയാം, ഞാൻ മുസ്ലിം ആയതുകൊണ്ടാണ് എനിക്ക് ഈ വിവേചനം നേരിടുന്നത്, ഞാൻ ദലിതനായതുകൊണ്ടാണ് ഞാൻ മാറ്റി നിർത്തപ്പെടുന്നത്. പക്ഷെ മൂന്നാമത് എന്ത് ജാതി ഈ കാലത്ത്? ഒരു ജാതി ഈ കാലത്തില്ല. അതുപോലെ കുഞ്ഞുങ്ങൾ, പെൺകുഞ്ഞുങ്ങൾ, അവരുടെ ദേഹത്ത് വെക്കുന്ന ബാഡ് ടച്ച് നമുക്ക് നോക്കുമ്പോൾ സാധാരണ ഒരു സ്നേഹവാത്സല്യമാണ്, അവർക്ക് അത് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് ഓരോരുത്തരുടെയും എക്സ്പീരിയൻസിനെ ജഡ്ജ് ചെയ്യാൻ നമ്മൾ ആളല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോയിൽ സംഭവിച്ചത് ഇങ്ങനെയല്ല എന്ന് ഞാൻ പറയില്ല. എനിക്കറിയില്ല ആ സ്ത്രീ എന്താണ് എക്സ്പീരിയൻസ് ചെയ്തതെന്ന്.